ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ചാപ്റ്ററാണ് ചലഞ്ചസ് ഓഫ് നാഷണൽ ബിൽഡിംഗിന്റെ ആദ്യ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനകത്ത് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി എങ്ങനെയുള്ള കാര്യങ്ങൾ, ടു നാഷൻ തിയറി, നിരാഷ്ട്രവാദ സിദ്ധാന്തം, മുസ്ലിം ലീഗിന്റെ നിരാഷ്ട്രവാദ സിദ്ധാന്തം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പ്രധാനമായും 3 ചലഞ്ചസ് ആണെന്നും അപ്പോ അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്, ടു നാഷൻ തിയറിയുടെയും മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ ഡിമാൻഡിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായതെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായിട്ട് അതിനെ എതിർത്തു. ആ വക കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ നമുക്ക് അതിനകത്ത് ബാക്കി പഠിക്കേണ്ട ഒരു ഭാഗമാണ് പ്രോസസ് ഓഫ് പാർട്ടീഷൻ, അല്ലെങ്കിൽ വിഭജന പ്രക്രിയ, അല്ലെങ്കിൽ ഇതിനെ വേറെ രീതിയിൽ ചോദിക്കാം പ്രോസസ് ഓഫ് പാർട്ടീഷൻ ഓർ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ രൂപീകരണം എങ്ങനെയുണ്ടായി, ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ, പ്രോസസ് ഓഫ് പാർട്ടീഷൻ ഓർ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ. നോക്കിയാൽ നമ്മൾ അതിനകത്ത് പഠിക്കുന്ന ആദ്യ കാര്യം ഇതാണ്. ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യ ഇൻടു 2 നേഷൻ വാസ് പെയിൻഫുൾ, ദെൻ ടു ഇംപ്ലിമെന്റ് ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ 2 രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ വേദനാജനകമാണ്. അതുപോലെ തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് വളരെയധികം പ്രയാസവുമായിരുന്നു. അപ്പൊ വേദനാജനകം എന്ന് പറഞ്ഞാൽ ഒന്നായി കിടന്നിരുന്ന ഇന്ത്യ, ഏക സഹോദരങ്ങളെ പോലെ ഇന്ത്യക്കകത്ത് താമസിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും 2 ഇടത്താക്കുക, ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം പെയിൻഫുൾ ആണ്, വേദനാജനകമാണ്. അതുപോലെ അത് ഈ പറയുന്ന അത്ര എന്തുമല്ല, എളുപ്പവുമല്ല, അല്ലെ? വേദനാജനകമായിരുന്നു, അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് ആണ്, വളരെയധികം പ്രയാസവുമാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് നോക്കുന്നത്. നോക്കിയേ, ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യ ഇൻടു 2 നേഷൻ വാസ് പെയിൻഫുൾ, then to implement it was really difficult. അത് നടപ്പിലാക്കുന്നത് എന്താണ്, പ്രയാസവുമാണെന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം, ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യ ഇൻടു 2 നേഷൻസ് വാസ് പെയിൻഫുൾ. ബ്രിട്ടീഷ് ഇന്ത്യയെ 2 രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം വേദനാജനകമാണ്, അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ഇനി നോക്കിയേ, ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യ ഇൻടു 2 സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. ഇന്ത്യയെ 2 രാജ്യങ്ങളായി, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ദ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. അതായത് മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വെച്ച് നമ്മൾ പറയും ദ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം എന്ത് ചെയ്യാൻ പോകുന്നത്, നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി എന്നാണ്. നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി അല്ലെങ്കിൽ മതഭൂരിപക്ഷ സിദ്ധാന്തം എന്ന് വെച്ച് നമ്മൾ പറയും ഇറ്റ് മീൻസ് ദാറ്റ് the places where Muslim were in majority would make up the territory of Pakistan. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഇസ്ലാം മത വിശ്വാസികളാണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിംസ് ആണ് കൂടുതലെങ്കിൽ ആ പ്രദേശം പാകിസ്ഥാനും, അതുപോലെ the remaining places would constitute the territory of India. എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം, എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ അധിവസിക്കുന്ന സ്ഥലം ഇന്ത്യ, അതുപോലെ തന്നെ ഇസ്ലാം മത വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിംസ് അധിവസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാൻ എന്നിങ്ങനെ. എന്ന് പറഞ്ഞാൽ എവിടെ ഒരു പ്രദേശത്ത് ഇപ്പൊ ഹിന്ദുക്കളാണ് കൂടുതലെങ്കിൽ ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗവും, അല്ലെങ്കിൽ എന്താണ് മുസ്ലിംസ് ആണ് കൂടുതലെങ്കിൽ ആ പ്രദേശത്തെ എന്താണ് പാകിസ്ഥാൻ. ഇങ്ങനെയുള്ള റിലീജിയസ് മെജോറിറ്റിയുടെ ആ മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ പേരിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അപ്പോ പ്രോസസ് ഓഫ് പാർട്ടീഷനകത്ത് നമ്മള് ഫോർമേഷൻ ഓഫ് പാകിസ്ഥാനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. The decision to divide India into 2 nations was painful, then to implement it was very difficult. നോക്കിയേ, ബ്രിട്ടീഷ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായിട്ട് തീരുമാനിക്കുന്ന ആ തീരുമാനം വളരെയധികം പെയിൻഫുൾ ആണ്, അല്ലെങ്കിൽ എന്താണ് വേദനാജനകമാണ്. അതുപോലെ തന്നെ ആ പ്രോസസ് ആ പ്രക്രിയ വളരെയധികം
പ്രയാസമേറിയതുമാണ്. ഈ പറയുന്ന അത്ര നടപ്പിലാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇനി പറയുന്നു the decision to divide India into two states was based on the principle of religious majority. ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായിട്ട്, ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ പറയും the principle of religious majority. മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വിഭജനം നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറയും it means that the places where Muslim were in majority would make up the territory of Pakistan. ഒരു പ്രത്യേക പ്രദേശത്ത് ഇസ്ലാം മത വിശ്വാസികളാണ്, മുസ്ലിംസ് ആണ് താരതമ്യേന കൂടുതലായി അധിവസിക്കുന്നതെങ്കിൽ ആ പ്രദേശം പാകിസ്ഥാനും അവശേഷിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് മെജോറിറ്റി ഉള്ള സ്ഥലത്തെ ഇന്ത്യ. ഇങ്ങനെയുള്ള ഒരു വിഭജനമാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്, പ്രോസസ് ഓഫ് പാർട്ടീഷനകത്ത് പഠിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദ ഡിസിഷൻ ടു ഡിവൈഡ് ഇന്ത്യ ഇൻടു ടു നേഷൻ വാസ് പെയിൻഫുൾ. ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായിട്ട്, ഇന്ത്യ മീൻസ് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം വളരെയധികം വേദനാജനകമാണ്. അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എളുപ്പം നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മൾ പിന്നാലെ പഠിക്കും. ഇനി the decision to divide India into two states was based on the principle of religious majority. അതായത് ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായിട്ട്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും the principle of religious majority. മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. എന്താണ് മതഭൂരിപക്ഷ സിദ്ധാന്തം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു പ്രത്യേക പ്രദേശത്ത് ഇസ്ലാം മത വിശ്വാസികൾ എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ ആ പ്രദേശം പാകിസ്ഥാനിൽ ചേർക്കും. അത് അവശേഷിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, അത് നമ്മൾ പിന്നാലെ പഠിക്കും. ഈ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ പറയാം. പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്നോ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ എന്നോ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം വളരെയധികം വേദനാജനകമാണ്, അത് താരതമ്യേന ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്. പറയുന്ന രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ പറഞ്ഞു the decision to divide India into two states was based on the principle of religious majority. ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തീരുമാനം, ഇന്ത്യയെ രണ്ട് രാജ്യങ്ങളായി മീൻസ് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ പറയും പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിന് പറയാം. എന്താണ്? എണ്ണത്തിൽ കൂടുതലും മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ പാകിസ്ഥാനിലും അവശേഷിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശത്തെ എവിടെയും ചേർക്കും, ഇന്ത്യയിലും ചേർക്കും. ഈ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത്. ഇത്ര കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ് ഓഫ് പാർട്ടീഷനകത്ത് പഠിക്കും, ഇതിനെ പ്രക്രിയക്കകത്ത് പഠിക്കും. ഇനി നമ്മൾ ഇതിനെ തുടർന്ന് ഒരു ക്വസ്റ്റ്യൻ പഠിക്കും. ഈ മതഭൂരിപക്ഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിനകത്ത് പഠിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നേരത്തെ നമ്മൾ പ്രോസസ് ഓഫ് പാർട്ടീഷൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പാകിസ്ഥാൻ പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു വേടാണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി അല്ലെങ്കിൽ മതഭൂരിപക്ഷ സിദ്ധാന്തം. ഈ മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത്. പക്ഷേ ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം മതഭൂരിപക്ഷ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. പക്ഷെ ആ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട് 4 പ്രശ്നങ്ങൾ ഉണ്ട്. അതിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ആദ്യ പ്രശ്നം ഇത് പറയും. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി ഉണ്ടാക്കിയ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്: there was no single belt of Muslim majority areas in British India. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയില് മുസ്ലിങ്ങൾക്ക് മാത്രമായി ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങള് 2 ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഒന്ന് ഈസ്റ്റിലും മറ്റൊന്ന് വെസ്റ്റിലും. അപ്പോ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലെ 2 പ്രദേശങ്ങളാണ്, ഒന്ന് ഈസ്റ്റും മറ്റൊന്ന് വെസ്റ്റും. ഇവർക്ക് ഒരു സ്ഥലത്തായിട്ട് മാത്രം അല്ലെങ്കിൽ എന്താണ് ഒരിടത്തായിരുന്നില്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 2 ഇടങ്ങളിലാണ്, ഒന്ന് ഈസ്റ്റ് ആണെങ്കിലും മറ്റൊന്ന് വെസ്റ്റിലാണ്. ഇനി നമുക്കറിയാം ഈ 2 പ്രദേശങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടായതുകൊണ്ട് വിശാലമായ ഇന്ത്യൻ പ്രദേശം, അതായത് ഹിന്ദുക്കൾക്ക് മെജോറിറ്റിയുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് 2നെയും കൂടെ എന്ത് ചെയ്തില്ല, ജോയിൻ ചെയ്യിപ്പിക്കുക സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഒന്നുകൂടെ പറയാം, there was no single belt of Muslim majority areas in British India. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയില് മുസ്ലിംസിന്
ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. ഒരിടത്തായിരുന്നില്ല അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞത് രണ്ടിടത്താണ്. ഒന്ന് ഈസ്റ്റിലും മറ്റൊന്ന് വെസ്റ്റിലും. അതായത് ദ മുസ്ലിംസ് വെയർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ 2 areas, one in the east and other in the west. ഒന്ന് ഈസ്റ്റിലാണ്, കിഴക്കിലാണ് ഭൂരിപക്ഷം ഉള്ളതെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറായിരുന്നു അവർക്ക് എന്താണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. It was not impossible to join these areas. ഒരിക്കലും ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്യത്തില്ല, ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഈ പ്രദേശങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, അണ്ടർ ദി സിറ്റുവേഷൻ ഇറ്റ് വാസ് ഡിസൈഡ് ദാറ്റ് പാകിസ്ഥാൻ would comprise 2 territories, വെസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് പാകിസ്ഥാനും അതുപോലെ തന്നെ വെസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനും അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിലും മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. പ്രധാനമായി അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസ്റ്റ് ആണെങ്കിലും മറ്റൊന്ന് വെസ്റ്റ് ആണ്. ഈ ഈസ്റ്റിനെയും വെസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏതുണ്ടായിരുന്നു, വിശാലമായ ഇന്ത്യൻ പ്രദേശം ഉണ്ടായിരുന്നു. ഒരിക്കലും ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. ഇതായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി അല്ലെങ്കിൽ മതഭൂരിപക്ഷ സിദ്ധാന്തത്തിലേക്ക് ഒന്നാമത്തെ പ്രശ്നം. അപ്പോ മുസ്ലിംസിന് മാത്രമായിട്ട് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ബ്രിട്ടീഷ് ഇന്ത്യക്കകത്തില്ല. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം ഈസ്റ്റ് ആണെങ്കിൽ മറ്റൊരു സ്ഥലം എവിടെയാണ്, വെസ്റ്റ് ആണ്. ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറുമാണ്. അപ്പൊ ഈ പ്രദേശങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വിശാലമായ ഇന്ത്യൻ പ്രദേശം ഉണ്ടായിരുന്നു പറയും. അപ്പൊ നോക്കിയ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട 4 പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, ദർ വാസ് നോ സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിംസിന് മാത്രമായിട്ട് ഭൂരിപക്ഷമുള്ള ഏക മേഖല ഉണ്ടായിരുന്നില്ല. ദ മുസ്ലിം വെയർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ 2 areas. മുസ്ലിംസിന് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് 2 സ്ഥലങ്ങളിലായിരുന്നു, വൺ ഇൻ ദി വെസ്റ്റ് ആൻഡ് അതർ ഇൻ ദി ഈസ്റ്റ്. ഒന്ന് പടിഞ്ഞാറും മറ്റൊന്ന് കിഴക്ക്. ഒരിക്കലും ഈ പ്രദേശങ്ങളെ, കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ചേർക്കുക പാടായിരുന്നു, ഒരിക്കലും സാധ്യമല്ലായിരുന്നു. ഒരിക്കലും നമുക്ക് അതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് കിഴക്കൻ പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നത് രൂപപ്പെടുന്നത്. അപ്പോ അങ്ങനെ പറയാൻ കാരണം ഇതാണ്, വിശാലമായ ഇന്ത്യൻ പ്രദേശമുണ്ട്, അവിടെ അവിടെ ഹിന്ദുക്കൾക്കാണ് എന്താണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പൊ ഒരിക്കലും ആ പ്രദേശത്തെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. അപ്പൊ അത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി ഉണ്ടാക്കിയ ഒന്നാമത്തെ പ്രശ്നമായിട്ട് പറയും. മൊത്തവും 4 പ്രശ്നങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്, there was no single belt of Muslim majority areas in British India. The Muslims were mainly concentrated in 2 areas, one in the east and other in the west. അല്ലെ, പ്രധാനമായ 2 പ്രദേശങ്ങളിലാണ് മുസ്ലിംസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറും. അപ്പൊ ഈ 2 പ്രദേശങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, ജോയിൻ ചെയ്യിപ്പിക്കാൻ, അതിനെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 ഇടത്തായിട്ട് പാകിസ്ഥാൻ രൂപപ്പെട്ടു. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും. ഈ 1971 ബംഗ്ലാദേശ് യുദ്ധത്തോടു കൂടിയാണ് ഈ കിഴക്കൻ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ത് പേരിൽ വരുന്നത്, ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറുന്നത്. അത് നമ്മൾ പിന്നാലെ പഠിക്കും. വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരീക്ഷയിൽ ചോദിച്ചാൽ, മതഭൂരിപക്ഷ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങൾ പരീക്ഷയിൽ ചോദിക്കും. അതിൽ ഒന്നാമത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ 2 ഇടത്തായിരുന്നു, ഒന്ന് ഈസ്റ്റ് ആണെങ്കിൽ മറ്റൊന്ന് വെസ്റ്റ് ആണ്. അല്ലെ, കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 2 പ്രദേശങ്ങളിലായിരുന്നു മുസ്ലിംസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രദേശങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, കിഴക്കിനെയും പടിഞ്ഞാറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള വിശാലമായ ഇന്ത്യൻ പ്രദേശം ഉണ്ടായിരുന്നു. അപ്പോ ഈ പ്രദേശങ്ങൾ ഒരിക്കലും യോജിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. തൽഫലമായി കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും രൂപപ്പെട്ടു. അപ്പൊ ഇത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം ഇതായിരുന്നു. 2, all Muslim majority areas did not like to join Pakistan. ഇനി മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും എവിടെ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല, പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. All Muslim majority areas did not like to join Pakistan. അതായത് ഇവിടെ അർത്ഥമാക്കുന്ന ഇതാണ്, മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും
പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, ടു നാഷൻ തിയറിയും പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു. ടു നാഷൻ തിയറിക്കകത്ത് പറഞ്ഞ ഇതാണ്, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നല്ല, പകരം രണ്ട് വിഭാഗക്കാരാണ്, ഹിന്ദുക്കളും മുസ്ലിംസും. അവർക്ക് ഏക സഹോദരങ്ങളെ പോലെ കഴിയാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ പിന്നെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് പാകിസ്ഥാൻ എന്ന പേരിൽ പ്രത്യേക രാജ്യം വേണം. ഇതായിരുന്നു നമ്മുടെ ടു നാഷൻ തിയറിക്കകത്ത് പറഞ്ഞിരുന്നത്, അല്ലെ? അപ്പൊ മുസ്ലിംസ് ജനങ്ങൾ, അതായത് മുസ്ലിംസ് ആണെങ്കിൽ അവരെവിടെയാണ്? പാകിസ്ഥാനിലേക്കും, ഹിന്ദുക്കളാണെങ്കിൽ അവര് ഇന്ത്യയിലേക്കും പോകണം. അതായിരുന്നു അവിടുത്തെ പ്രത്യേകത. പക്ഷെ ഇവിടത്തെ പ്രശ്നം ഇതാണ്, എല്ലാ മുസ്ലിംസിനും എവിടെ ചേരാൻ ആഗ്രഹമില്ല? പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹമില്ല. അപ്പൊ ഇങ്ങനെ പറയാം, ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഡിഡ് നോട്ട് ലൈക്ക് ടു ജോയിൻ പാകിസ്ഥാൻ. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ദി അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, opposed to who was popularly known as Frontier Gandhi, strongly opposed to merge his province with Pakistan. അതായത് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന, അതിർത്തി ഗാന്ധി എന്ന് വിളിപ്പേരുള്ള, അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ച വ്യക്തിയാണ് ആര്? ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്താണ്, അതിർത്തി ഗാന്ധി എന്ന് വിശേഷണമുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രദേശം എന്ന് പറഞ്ഞാല് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിന്, അല്ലെ, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിൽ വിസമ്മതിച്ചു. പക്ഷേ ഇവിടെ സംഭവിച്ചതാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളെയും അവഗണിച്ചുകൊണ്ട് ഈ പ്രദേശത്തെയും എവിടെ ചേർക്കുകയുണ്ടായി? പാകിസ്ഥാനിൽ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതാണ്. ഒന്നാമത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഡിഡ് നോട്ട് ലൈക്ക് ടു ജോയിൻ പാകിസ്ഥാൻ. എല്ലാ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ അതിർത്തി ഗാന്ധി എന്ന് വിളിപ്പേരുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തിന്റെ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിൽ വിസമ്മതിച്ച വ്യക്തിയാണ് ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, എ കോളത്തിന് യോജിച്ചിട്ട് ബി കോളത്തിൽ എടുത്തെഴുതാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാല് ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് തന്നേക്കും. അപ്പൊ ആ പേര് കണ്ടു കഴിഞ്ഞാൽ ഫ്രോണ്ടിയർ ഗാന്ധി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ, വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്ന വിശേഷമുള്ള വ്യക്തി താഴെ തന്നിരിക്കുന്നതിൽ ആരാണെന്ന് എടുത്തെഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമ്മളത് ഓർക്കുക, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോ രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി രണ്ടാമത്തെ പ്രശ്നം ഇതാണ്, ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഡിഡ് നോട്ട് ലൈക്ക് ടു ജോയിൻ പാകിസ്ഥാൻ. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങൾക്കും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ദി അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ അതിർത്തി ഗാന്ധി എന്ന് വിളിപ്പേരുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്റെ പ്രദേശത്തെ നോർത്ത് വെസ്റ്റേൺ പ്രോവിൻസിനെ, ഫ്രോണ്ടിയർ പ്രോവിൻസിനെ പാകിസ്ഥാനിൽ ചേർക്കാൻ വിസമ്മതിച്ചു. പക്ഷെ ഇവിടെ ഫലത്തിൽ സംഭവിച്ചതാണ്, but the opposition raised by Khan Abdul Ghaffar Khan was ignored and the northwestern frontier province was merged with Pakistan. Khan Abdul Ghaffar Khanന്റെ ഈ തീരുമാനത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് അവസാനം ഈ പ്രദേശത്തെ എവിടെ ചേർത്ത്? പാകിസ്ഥാനിൽ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറയും, എല്ലാ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും എവിടെ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല? പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്, വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് വിശേഷണമുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്റെ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കുന്നതിന് വിസമ്മതിച്ചു. പക്ഷേ തന്റെ വാക്കുകളെയും അവഗണിച്ചുകൊണ്ട് അവസാനം ഈ പ്രദേശങ്ങളെയും പാകിസ്ഥാനിൽ ചേർക്കുകയാണ് ഉണ്ടായത്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ പറയാം. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെ പ്രശ്നം ഇതാണ്, പഞ്ചാബ് ആൻഡ് ബംഗാൾ, 2 മുസ്ലിം മെജോറിറ്റി പ്രോവിൻസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഹാഡ് ലാർജ് ഏരിയാസ് വെയർ നോൺ മുസ്ലിം ഫോംഡ് ദി മെജോറിറ്റി. നോക്കി ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള, മെജോറിറ്റി ഉള്ള 2 പ്രദേശങ്ങൾ തന്നെയാണ് പഞ്ചാബും ബംഗാളും. പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് പഞ്ചാബും ബംഗാളും. പക്ഷെ ഈ സ്ഥലങ്ങൾക്കുള്ളില് ചില പ്രത്യേക പ്രദേശങ്ങളിൽ നോൺ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മുസ്ലിം ഇതര ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും
ഈ പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ പ്രദേശങ്ങൾ നിലവിൽ പാകിസ്ഥാനിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതെന്തിനു തുല്യമാണ്? ആത്മഹത്യക്ക് തുല്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. പഞ്ചാബ് ആൻഡ് ബംഗാൾ, 2 Muslim majority provinces of British India, and large areas where non-Muslims formed the majority. Then it was pointed out by many that to surrender these areas to Pakistan was really suicidal. നോക്കിയേ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള 2 പ്രദേശങ്ങൾ തന്നെയാണ് പഞ്ചാബും ബംഗാളും. പക്ഷെ ഈ പ്രദേശങ്ങൾക്കുള്ളില് നോൺ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുണ്ട്. നോൺ മുസ്ലിംസ് മീൻസ് മുസ്ലിം ഇതര മതവിഭാഗക്കാർ. അപ്പൊ അത് ഹിന്ദുക്കളോ സിഖുകാരോ ഒക്കെ ആകാം. അപ്പൊ അവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഈ പഞ്ചാബിന്റെയും ബംഗാളിന്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോ ഈ സ്ഥലത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ചേർക്കുന്ന പ്രവണതയെ പറഞ്ഞതാണ് ഒരു സൂയിസൈഡലിന് തുല്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശങ്ങളെ, അതായത് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും മെജോറിറ്റിയുള്ള പ്രദേശങ്ങളെ കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് പാകിസ്ഥാനിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അല്ലെ, അതെന്തിന് തുല്യമാണ്? ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, എന്താണ്, മുസ്ലിംസിന് മാത്രമായിട്ട് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നും അത് 2 ഇടങ്ങളിലാണ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്, ഒന്ന് ഈസ്റ്റിലും മറ്റൊന്ന് വെസ്റ്റിലും. അല്ലെ, ഈ 2 പ്രദേശങ്ങൾക്കിടയിൽ വിശാലമായ ഇന്ത്യൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളെ യോജിപ്പിക്കുക എന്നുള്ളത് സാധ്യമായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും രൂപപ്പെടുന്നത്. 1971 ബംഗ്ലാദേശ് യുദ്ധത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ അതിനുശേഷം പറഞ്ഞതാണ്, എല്ലാ മുസ്ലിം മെജോറിറ്റി ഏരിയാസും എവിടെ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല? പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന വിശേഷണമുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്റെ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കാൻ വിസമ്മതിച്ചു. പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ പ്രദേശത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ചേർക്കുകയാണ് ഉണ്ടായത്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 2ാമത്തെ പ്രശ്നമാണ്. ഇനി 3, ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ആണ്, അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി പ്രവിശ്യകളാണ് ഏതൊക്കെ? പഞ്ചാബും ബംഗാളും. പക്ഷെ ഈ സ്ഥലങ്ങൾക്കുള്ളിലെ നോൺ മുസ്ലിംസിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു, മുസ്ലിം ഇതര ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രദേശത്തെ പാകിസ്ഥാനിൽ ചേർക്കുക എന്നുള്ളത് ഒട്ടും സ്വീകാര്യമായ കാര്യം ആയിരുന്നില്ല. അപ്പൊ ഇത് 3ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന്, ഏതെങ്കിലും 2 പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ 4 പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള, 4 എളുപ്പമാണ്, അതിൽ ഏതാണോ നമുക്ക് നന്നായി അറിയാവുന്നത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അല്ലെങ്കിൽ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങളായിരിക്കും. 4 പ്രശ്നങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ചോദ്യത്തിനനുസരിച്ച് വേണം ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നം. അപ്പൊ 3ാമത്തെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു പ്രശ്നം കൂടിയാണ് നമുക്ക് അതിനകത്ത്. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4ാമത്തെ പ്രശ്നം ഇതാണ്. The fourth and the most crucial problem of partition was the problem of minorities. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ്. 4ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം. അതായത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള ആരുടെ പ്രശ്നമായിരുന്നു? ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ്, എണ്ണത്തിൽ കുറവുള്ള ആൾക്കാരുടെ പ്രശ്നമായിരുന്നു. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായി, അത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ വിഭജനം ഉണ്ടായത്. ആ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങളുണ്ട്. 3 നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ പ്രശ്നം ഇതാണ്, അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും 4ാമത്തെ പ്രശ്നം. നോക്കിയാൽ അതിന്റെ പ്രത്യേകത ഇതാണ്, there were lakhs of Hindus and Sikhs in the areas were given to Pakistan. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും എവിടെ അധിവസിക്കുന്നുണ്ട്? ന്യൂനപക്ഷമായിട്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറവ്, അല്ലെ, എണ്ണത്തിൽ കുറവ് ആൾക്കാര്, അതായത് ഹിന്ദുക്കളും സിഖുകാരും എവിടെ അധിവസിക്കുന്നുണ്ട്? പാകിസ്ഥാനത്ത് അധിവസിക്കുന്നുണ്ട്. ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് മുസ്ലിംസ് വെയർ ലിവിംഗ് ഓൺ ഇന്ത്യൻ സൈഡ് ഓഫ് പഞ്ചാബ്, ബംഗാൾ ആൻഡ് ഡൽഹി. അതായത് ഡൽഹി, ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അത്ര തന്നെ മുസ്ലിംസും ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അധിവസിക്കുന്നുണ്ട്. അപ്പോ ഈ ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷം എന്ത് ചെയ്യും? ആക്രമിച്ചിരുന്നു. അതായത് ഇന്ത്യക്കകത്തും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ പാകിസ്ഥാനകത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതായത് എണ്ണത്തിൽ
കുറവുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിംസിനെ സിഖുകാരും ഹിന്ദുക്കളും എന്ത് ചെയ്തിരുന്നു? കൊന്നൊടുക്കിയിരുന്നു. അതുപോലെ തന്നെ നേരെ തിരിച്ചു അല്ലെ, മുസ്ലിംസിനെയും കൊന്നൊടുക്കിയിരുന്നു, ഹിന്ദുക്കളെയും എന്ത് ചെയ്യുന്നു? കൊന്നൊടുക്കിയിരുന്നു. അപ്പൊ ഇത് ഈ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയാം. The fourth and the most crucial problem of partition was the problem of minorities. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം അതിർത്തിക്ക് ഇരു സൈഡിലുമുള്ള അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിരുന്നു. ഇനി അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. There were lakhs of Hindus and Sikhs in the areas given to Pakistan. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും അതുപോലെ തന്നെ സിഖുകാരും എവിടെ അധിവസിച്ചിരുന്നു? പാകിസ്ഥാനകത്ത് അധിവസിച്ചിരുന്നു. അതുപോലെ അൺഈക്വൽ നമ്പർ ഓഫ് മുസ്ലിം വെയർ ലിവിംഗ് ഓൺ ഇന്ത്യൻ സൈഡ് ഓഫ് പഞ്ചാബ് ആൻഡ് ബംഗാൾ. അതായത് ഇന്ത്യക്കകത്തും അത്രയും തന്നെ അല്ലെ ആൾക്കാർ മുസ്ലിംസ് ഇന്ത്യക്കകത്തും അധിവസിച്ചിരുന്നു. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട നാലാമത്തെ പ്രശ്നമാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ ഈ ഭൂരിപക്ഷം ജനത എന്ത് ചെയ്യുന്നു? കൊന്നൊടുക്കിയിരുന്നു. ഹിന്ദുക്കളെ ഇസ്ലാം ജനതയും അല്ലെങ്കിൽ മുസ്ലിംസിനെ എന്ത് ചെയ്യുന്നു? ഹിന്ദുക്കളും കൊന്നൊടുക്കിയിരുന്നു. അത് അതിർത്തിക്ക് ഇരുവശങ്ങളിലും സംഭവിച്ചതാണ്. ആയതിനാൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും നാലാമത്തതുമായ പ്രശ്നങ്ങളിനകത്ത് അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായത്. എന്തൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്ന് ചോദിക്കും. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്ന പോയിന്റ് ഇതാണ്. മുസ്ലിംസിന് മാത്രമായിട്ട് ഭൂരിപക്ഷമുള്ള ഒരു ഏക മേഖല ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല. ഈ പ്രധാനമായിട്ടും അവർക്ക് ഭൂരിപക്ഷമുള്ള രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ഈസ്റ്റ് മറ്റൊന്ന് വെസ്റ്റ്. ഒരിക്കലും ഈ പ്രദേശങ്ങൾ നമുക്ക് എന്ത് ചെയ്തില്ല? കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. കാരണം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള വിശാലമായ ഇന്ത്യൻ പ്രദേശം ഇതിന് മധ്യത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളെ യോജിപ്പിക്കുക സാധ്യമായിരുന്നില്ല. തൽഫലമായി പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാൻ എന്നിവ രണ്ടിടങ്ങളിലായിട്ട് സ്ഥിതി ചെയ്തു. പിന്നെ എല്ലാ മുസ്ലിം മെജോറിറ്റി ഏരിയാസും എവിടെ ചേരാൻ, എല്ലാ മുസ്ലിംസും എവിടെ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല? പാകിസ്ഥാനകത്ത് ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ അതിർത്തി ഗാന്ധി എന്ന് വിളിപ്പേരുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തന്റെ പ്രദേശത്തെ പാകിസ്ഥാനകത്ത് ചേർക്കുന്നതില് വിസമ്മതിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളെയും അവഗണിച്ചുകൊണ്ട് ഈ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയും അവസാനം ഇവിടെ ചേർക്കുകയുണ്ടായി, പാകിസ്ഥാനകത്ത് ചേർക്കുകയുണ്ടായി. എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രദേശത്തെയും വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയെയും പാകിസ്ഥാനിൽ ചേർക്കുകയാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞു, പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. പൊതുവെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് പഞ്ചാബും ബംഗാളും. പക്ഷെ ആ പ്രദേശങ്ങൾക്കുള്ളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ പ്രദേശങ്ങളെ പാകിസ്ഥാനിൽ ചേർക്കുക എന്നുള്ളത് എന്തിനു തുല്യമാണ്? ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, ദ ഫോർത്ത് ആൻഡ് ദി മോസ്റ്റ് ക്രൂഷ്യൽ പ്രോബ്ലം ഓഫ് പാർട്ടീഷൻ വാസ് ദി പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസ്. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം എന്ന് പറഞ്ഞാല് അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള അല്ലെങ്കിൽ അതിർത്തിക്കുള്ളിലുള്ള ഈ പറയുന്ന മൈനോറിറ്റിയുടെ പ്രശ്നം, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. There were lakhs of Hindus and Sikhs in the areas given to Pakistan. പാകിസ്ഥാനകത്തും ലക്ഷക്കണക്കിന് ഈ പറയുന്ന ഹിന്ദുക്കളും സിഖുകാരും അധിവസിക്കുന്നു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും അവിടെ അധിവസിക്കുന്നു. പക്ഷെ അവര് എന്താണ്? അവിടെ ന്യൂനപക്ഷമാണ്. അതുപോലെ തന്നെ ഈക്വൽ നമ്പർ ഓഫ് മുസ്ലിംസ് വെയർ ലിവിംഗ് ഇൻ ഇന്ത്യൻ സൈഡ്സ് ഓഫ് പഞ്ചാബ് ആൻഡ് ഡൽഹി. അപ്പോ ഡൽഹി, പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതിന് തുല്യമായ ആരും അധിവസിക്കുന്നുണ്ട്? ഈ പറയുന്ന മുസ്ലിംസും അധിവസിക്കുന്നുണ്ട്. അവര് ഇവിടെ എന്താണ്? ന്യൂനപക്ഷമാണ്. അപ്പൊ ഈ ന്യൂനപക്ഷങ്ങളെ എണ്ണത്തിൽ കൂടുതലുള്ള ആൾക്കാർ എന്ത് ചെയ്തിരുന്നു? പല മതത്തിന്റെ പേരിൽ ആക്രമിച്ചിരുന്നു, അവരെ കൊല ചെയ്തിരുന്നു. അത് പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയുമായി ബന്ധപ്പെട്ട 4 പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വിഭജനവുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ, അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഉണ്ടായി, അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഈ 47 കാലയളവിന്റെ പ്രത്യേകത പറയും.
the first consequence of the partition was the largest unplanned and tragic transfer of human population in the history of mankind. അതായത് മാനവ ചരിത്രത്തില് അന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശാലമായ, അനാസൂത്രിതമായ, അല്ലെങ്കിൽ എന്താണ്, ദുരന്തപൂർണമായ മനുഷ്യ കൈമാറ്റം നടന്നൊരു കാലയളവാണ് 1947. മാനവ ചരിത്രത്തില് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച്, അന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുത്, ലാർജസ്റ്റ് ആയ, അൺപ്ലാൻഡ് ആയ, അതുപോലെ തന്നെ ട്രാജഡി നിറഞ്ഞ, അല്ലെ, ദുരന്തപൂർണമായ ഒരു മനുഷ്യ കൈമാറ്റം നടന്ന വർഷമാണ് 1947. അപ്പോ ദ ഫസ്റ്റ് കോൺസിക്വൻസ് ഓഫ് ദി പാർട്ടീഷൻ വാസ് ലാർജസ്റ്റ് അൺപ്ലാൻഡ് ആൻഡ് ട്രാജിക് ട്രാൻസ്ഫർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മാനവ ചരിത്രത്തിൽ അന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശാലമായ, അനാസൂത്രിതവും ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്ന ഒരു കാലയളവാണ് 1947. ഇനി നോക്കിയേ, in 1947 people began to be transferred between India and Pakistan. അപ്പൊ 1947 ജനങ്ങൾ എന്ത് ചെയ്തു, ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും എന്ത് ചെയ്തു, മനുഷ്യ കൈമാറ്റം നടന്ന ഒരു കാലയളവ്. In 1947 people began to be transferred between India and Pakistan. ഇരു രാജ്യങ്ങളിലേക്കും, ഇന്ത്യയിലേക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്കും ഈ പറയുന്ന ജനങ്ങളെ കൈമാറ്റം ചെയ്തു. പിന്നെ നോക്കിയേ, there were large scale killings and atrocities on both sides of the border. ഈ 47 കാലയളവില് ഇരു രാജ്യങ്ങളിലേക്കും ജനങ്ങളെ കൈമാറ്റം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ ഈ അതിർത്തിക്ക് ഇരുവശങ്ങളിലും, ഇന്ത്യക്കകത്തും അതോടൊപ്പം തന്നെ പാകിസ്ഥാനകത്തും എന്ത് ചെയ്തു, ഈ കൊലപാതകങ്ങളും ക്രൂരതകളും ഈ ഇരു രാജ്യങ്ങൾക്കകത്തും അതിർത്തിക്ക് ഇരുവശങ്ങളിലും ഉണ്ടായി. In the name of religion, people began to be attacked and brutally kill people of other religious community. അതായത് in the name of religion, മതത്തിന്റെ പേരില് ഒരു വിഭാഗം ജനത മറുവിഭാഗത്തെ എന്ത് ചെയ്തിരുന്നു, കൊന്നൊടുക്കിയിരുന്നു. ഒരു സമുദായം മറ്റൊരു സമുദായത്തെ കൊന്നൊടുക്കിയിരുന്നു. അപ്പൊ ഹിന്ദുക്കള് ഇസ്ലാം മതവിശ്വാസികളെ ഹിന്ദുക്കളെയും മതത്തിന്റെ പേരില് കൊന്നൊടുക്കിയിരുന്നു. വർഗീയ ലഹളകൾ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളും എന്ത് ചെയ്തു, അരങ്ങേറി. അപ്പോ പ്രധാനമായും പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസിക്വൻസ് ഓഫ് പാർട്ടീഷൻ, അല്ലെങ്കിൽ വിഭജനത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നോ പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും, the first consequence of partition was the largest unplanned and tragic transfer of human population in the history of mankind. മാനവ ചരിത്രത്തില് അന്നേവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് വിശാലമായ, അനാസൂത്രിതവും ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്നൊരു കാലയളവാണ് 1947. ഈ മനുഷ്യ കൈമാറ്റം എങ്ങോട്ടെല്ലാം ഉണ്ടായി, അല്ലെങ്കിൽ എവിടെയെല്ലാം ഉണ്ടായി, 1947 കാലയളവില് ജനങ്ങളെ ഇന്ത്യയിലേക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്കും എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തിരുന്നു, മനുഷ്യ കൈമാറ്റം നടത്തിയിരുന്നു. പിന്നെ പറഞ്ഞു, there were large scale killings and atrocities on both sides of the border. അതിർത്തിക്ക് ഇരുവശങ്ങളിലും കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾ എന്ത് ചെയ്തു, അതിർത്തിക്ക് ഇരുവശങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, in the name of religion people began to be attacked and brutally kill people of other religious community. മതത്തിന്റെ പേരില് ഒരു സമുദായത്തെ മറ്റൊരു സമുദായം കൊന്നൊടുക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗവും, മുസ്ലിം മതവിഭാഗങ്ങളെ ഹിന്ദു മതവിഭാഗങ്ങളും എന്ത് ചെയ്യുന്നു, പരസ്പരം കൊന്നൊടുക്കിയിരുന്നു. അതായത് മതത്തിന്റെ പേരില് വർഗീയ ലഹളകൾ അല്ലെങ്കിൽ എന്താണ്, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം കൊന്നൊടുക്കിയിരുന്നു. അത് ഈ 1947 കാലയളവില് സംഭവിച്ചതാണ്. അപ്പൊ ഇങ്ങനെ പറയാം, the first consequence of partition was the largest unplanned and tragic transfer of human population in the history of mankind. മാനവ ചരിത്രത്തില് അന്നേവരെ ഉണ്ടായിട്ടുള്ളത് വെച്ച് ഏറ്റവും വിശാലമായ, അനാസൂത്രിതമായ, ദുരന്തപൂർണമായ മനുഷ്യ കൈമാറ്റമാണ് 1947 കാലയളവിൽ ഉണ്ടായത്. 1947 കാലയളവിൽ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും എന്തുണ്ടായി, മനുഷ്യ കൈമാറ്റം ഉണ്ടായി. ഇനി അതിർത്തിക്ക് ഇരു വശങ്ങളിലും, രണ്ട് സൈഡിലും മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങൾ ഉണ്ടായി. പിന്നെ പറഞ്ഞു, in the name of religion people began to attack and brutally kill people of other religious community. മതത്തിന്റെ പേരില് ഒരു സമുദായം മറ്റൊരു വിഭാഗത്തെ കൊന്നൊടുക്കിയിരുന്നു. വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. മാനവ ചരിത്രം അന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദുരന്തവും വിശാലവും അല്ലെങ്കിൽ എന്താണ്, ദുരന്തപൂർണവുമായ മനുഷ്യ കൈമാറ്റം നടന്നൊരു വർഷമാണ് 1947. 1947 കാലയളവിൽ ഇരു രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും മനുഷ്യ കൈമാറ്റം നടന്നു. ഇനി അതിർത്തിക്ക് ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന കാലയളവ് കൂടിയാണ് 1947. മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മറുവിഭാഗം കൊന്നൊടുക്കിയിരുന്നു. ഇനി നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ചില നഗരങ്ങളുണ്ട്.
intense communal riots took place in cities like Lahore, Amritsar and Kolkata. ഇതൊക്കെ പ്രധാനമായും കമ്മ്യൂണൽ റയോട്ട് വർഗീയ ലഹളകൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത. 1947 കാലയളവില് വർഗീയ ലഹളകൾ ഉണ്ടായിരുന്ന അക്കാലത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ലാഹോർ, അമൃത്സർ, അതുപോലെ തന്നെ കൊൽക്കത്ത. ഇനി മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദീസ് പ്ലേസസ് ആർ ഡിവൈഡഡ് ഇൻടു കമ്മ്യൂണൽ സോൺസ്. ഈ അമൃത്സർ, ലാഹോർ, കൊൽക്കത്ത തുടങ്ങിയ പ്രദേശങ്ങൾ അല്ലെ കമ്മ്യൂണൽ സോൺസിന്റെ പേരിൽ അല്ലെങ്കിൽ സാമുദായിക മേഖലകളായിട്ട് ഈ പ്രദേശങ്ങൾ എന്ത് ചെയ്തിരുന്നു, തരംതിരിച്ചിരുന്നു. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻസ് കമ്മ്യൂണൽ റയോട്സ് took place in cities like Lahore, Amritsar and Kolkata. Then these places were divided into communal zones. ഈ പ്രദേശങ്ങളെ എന്താണ് കമ്മ്യൂണൽ സോൺസ് ആയിട്ട് അല്ലെങ്കിൽ വർഗീയ മേഖലകളായിട്ട്, കമ്മ്യൂണൽ സോൺസ് ആയിട്ട്, വർഗീയ മേഖലകളായിട്ട് എന്ത് ചെയ്തിരുന്നു, തരംതിരിച്ചിരുന്നു. മുസ്ലിം സ്റ്റേഡ് അവേ ഫ്രം പ്ലേസസ് വെർ ഹിന്ദുസ് ആൻഡ് സിഖ്സ് വെർ മെജോറിറ്റി. ഈ സാമുദായിക മേഖലകൾ അല്ലെങ്കിൽ വർഗീയ മേഖലകളായിട്ട്, സാമുദായിക മേഖലകളായിട്ട് ഈ പ്രദേശങ്ങൾ തിരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാണോ മുസ്ലിം സ്റ്റേഡ് അവേ ഫ്രം പ്ലേസസ് വെർ ഹിന്ദുസ് ആൻഡ് സിഖ്സ് വെർ മെജോറിറ്റി. അതായത് ഹിന്ദുക്കൾക്ക്, സിഖുകാർക്കും ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ മാറി താമസിച്ചിരുന്നു. ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിംസ് മാറി താമസിച്ചിരുന്നു. ലൈക്ക്വൈസ് ഹിന്ദുസ് ആൻഡ് സിഖ് സ്റ്റേഡ് അവേ ഫ്രം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ്. മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസിൽ നിന്ന് ഈ പറയുന്ന ഹിന്ദുക്കളും സിഖുകാരും മാറി താമസിച്ചിരുന്നു. ഇത് നേരെ തിരിച്ചും സംഭവിച്ചിരുന്നു. അപ്പോ ഇന്ത്യയില് 1947 കാലയളവിൽ ഈ പറയുന്ന സ്ഥലങ്ങൾ ലാഹോർ, അമൃത്സർ, കൊൽക്കത്ത തുടങ്ങിയ മേഖലകളെ കമ്മ്യൂണൽ റയോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നുവെന്നും ഈ സ്ഥലങ്ങളെ എന്താണ് കമ്മ്യൂണൽ സോൺസ് ആയിട്ട്, സാമൂഹിക മേഖലകളായിട്ട്, സാമുദായിക മേഖലകളായിട്ട് തരംതിരിച്ചിരുന്നു. ഇനി എന്താണ് അവിടെ സാമുദായിക മേഖല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മൾ പറയും മുസ്ലിം സ്റ്റേഡ് അവേ ഫ്രം പ്ലേസസ് വെർ ഹിന്ദുസ് ആൻഡ് സിഖ്സ് വെർ മെജോറിറ്റി. അതായത് ഈ പറയുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഭൂരിപക്ഷമുള്ള എണ്ണത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ 4 മാറി താമസിച്ചിരുന്നു, മുസ്ലിംസ് മാറി താമസിച്ചിരുന്നു. ലൈക്ക്വൈസ് ഹിന്ദുസ് ആൻഡ് സിഖ്സ് സ്റ്റേഡ് അവേ ഫ്രം മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ്. മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസിൽ നിന്ന് ഈ ഹിന്ദുക്കളും സിഖുകാരും എന്ത് ചെയ്തിരുന്നു, ഈ കാലയളവില് മാറി താമസിച്ചിരുന്നു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കമ്മ്യൂണൽ സോൺ, സാമുദായിക മേഖലകളായിട്ട് ലാഹോർ, അമൃത്സർ, അതുപോലെ തന്നെ കൊൽക്കത്ത തുടങ്ങിയ പ്രദേശങ്ങളെ തരംതിരിച്ചിരുന്നു. ഇവിടെ സാമുദായിക മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ് ആണെങ്കിൽ അവിടെ ആർക്ക് താമസിക്കാൻ പറ്റത്തില്ല, ഹിന്ദുക്കൾക്കോ സിഖുകാർക്കോ താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹിന്ദുക്കളും സിഖുകാരും എണ്ണത്തിൽ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ മുസ്ലിംസിനും താമസിക്കാൻ പറ്റത്തില്ല. ആൾക്കാര് മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കിയിരുന്നു. The people who were forced to run away from their native places, leaving their house, had to undergo severe hardship. നമുക്കറിയാം ഇവിടെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വീട്, അതുപോലെ തന്നെ എന്താണ് രക്തബന്ധങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, പലായനം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അതും ഈ കാലയളവിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. The people who were forced to run away from their native places, leaving their house, had to undergo severe hardship. ജനങ്ങളെ സംബന്ധിച്ച് അവർ നിർബന്ധിതരായിട്ട് മാറി. അവർക്ക് അവരുടെ വീടും രക്തബന്ധം, ബന്ധുക്കളേക്ക് വിട്ട് മറു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ടതായിട്ട് വന്നു. അതും വിഭജനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറയും. ഇനി ഇതുവരെയുള്ള കോൺസിക്വൻസസ് പാർട്ടീഷൻ ആണ്, ടെസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങളായി ബാക്കി നമ്മൾ തുടരും. ഇനി ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ച പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റിയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ കോൺസിക്വൻസസിനകത്തും സംശയമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. എഴുതി ചോദിച്ചാലും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് എഴുതി ചോദിക്കുക.